അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? ഹൗ ദേ വാല്യൂ യു. തീർച്ചയായിട്ടും നിങ്ങളിൽ പലരും ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈമിലാണെന്ന് കാണുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷൻ പീരീഡ് തന്നെ നിങ്ങൾക്കിടയിൽ ഉണ്ടായത് നിങ്ങൾ പരസ്പരം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. ഒരുപാട് ലൈഫ് ലെസൺസ് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടാവാം. യെസ്, കൂടുതൽ പേർക്കും ഇതൊരു ട്വിൻ ഫ്ലെയിം എനർജി കണക്ഷൻ ആണ്. അതുപോലെ തന്നെ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ഒരു സെപ്പറേഷൻ ആണ്. അതായത് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പരസ്പരം കൂടുതൽ അറിയുവാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സെപ്പറേഷൻ പീരീഡ് ആണ് എന്ന് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ഒരു സമയം മനസ്സിലാവുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്വിൻ ഫ്ലെയിം ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ഒരു ഡിവൈൻ ടൈം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. ഈ വ്യക്തിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരിക്കലും അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആവുന്നതല്ല. ഓക്കെ, ഈ ഒരു റിയലൈസേഷൻ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് നിങ്ങൾ. ഓക്കെ, അത്രയും ഒരു ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷനാണ് കൂടുതൽ പേർക്കും. ഇത് ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കിടയിൽ ഒരുപാട് തവണ കോൺഫ്ലിക്ട്സ് നടന്നിട്ടുണ്ടാവണം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും സെപ്പറേഷൻ ഉണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് എന്ന് കാണുന്നുണ്ട്. സെപ്പറേറ്റഡ് ആയിരുന്നാൽ പോലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ഒരു റിയൂണിയൻ ഉണ്ടാവുന്ന ആ ഒരു ടൈം വരെയും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള മെന്റൽ സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് രണ്ടു പേർക്കും സെയിം ഫീലിങ്സ് ആണ്. അതാണ് ഇത് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്നുള്ളത് വീണ്ടും വീണ്ടും നമുക്ക് ക്ലാരിറ്റി നൽകുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത്, ഈ വ്യക്തിയെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ടോ ആ ആ സെയിം ഫീലിംഗ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും അവരുടെ മനസ്സിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വ്യക്തിക്കുള്ള സ്ഥാനം എന്താണോ അത്രയും തന്നെ ആ ഒരു സ്ഥാനം ഈ വ്യക്തി നിങ്ങൾക്കും നൽകുന്നുണ്ട്. ഓക്കെ, യെസ്, അതായത് നിങ്ങൾ സ്നേഹത്തിന് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് കൂടുതലും യൂണിവേഴ്സിൽ നിന്ന് തന്നെ കിട്ടുന്ന മെസ്സേജസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് ഒത്തിരി ഒത്തിരി സയൻസ് ലഭിക്കുന്നുണ്ടാവാം. വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ആയിട്ടോ അല്ലെങ്കിൽ വൈറ്റ് ബേർഡ്സ് ആയിട്ടോ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത്രയും പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു അവസരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് എത്രയും ഈ ഒരു സെപ്പറേഷന് ഒരു വേദന നൽകുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാവുന്ന ഒരു സമയമാണ്. ഓരോ ദിവസങ്ങളിലും നിങ്ങൾ കാണുന്ന യൂണിവേഴ്സൽ സയൻസ് ആ ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവാം, ഈ വ്യക്തിയുമായിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. പലതവണ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ ഈ വ്യക്തിയെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള അവസരങ്ങൾ വന്നിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും അതിന് കഴിയുന്നുണ്ടാവില്ല. സ്വപ്നങ്ങളിൽ പോലും പലപ്പോഴും ഈ വ്യക്തിയെ നിങ്ങൾ കാണുന്നുണ്ടാവാം. ഓക്കെ, അതെല്ലാം ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം നിങ്ങളെ കൂടുതൽ വ്യക്തതയായിട്ട് നൽകുന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആ ഒരു ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങളുടെ മുന്നിൽ ഈ വ്യക്തി ഇതൊന്നും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇത്രയും ഒരു പ്രണയം അല്ലെങ്കിൽ ഇത്രയും ഒരു സ്നേഹം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് ആ വ്യക്തി ഒരിക്കലും നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ആ വ്യക്തിക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് അവരുടെ ലൈഫിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഓക്കെ, ഓരോ തവണയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ സെപ്പറേഷൻ ടൈം ഉണ്ടാവുന്ന സമയത്തൊക്കെയും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സ്ട്രെസ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ സഫർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് കഴിയുന്നില്ല ലൈഫിൽ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല.
അത്രയും നിങ്ങൾക്ക് ചിലപ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ടാവില്ല. ഭക്ഷണം കഴിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണിനുള്ളത്. ഓക്കെ. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈം ഇങ്ങനെയാണ് എങ്കിൽ പോലും നിങ്ങളുടെ സോളുകൾ തമ്മിൽ കണക്റ്റഡ് ആണ്. ഓക്കെ. നിങ്ങൾക്ക് അത്രയും ആത്മബന്ധമുണ്ട് നിങ്ങൾ തമ്മിൽ. ഓക്കെ. അതുകൊണ്ട് യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്ന് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം അവർ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങളാണ് അവരുടെ ലൈഫിലെ എല്ലാ രീതികളിലും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആയിട്ടുള്ളത്. ഇത്രയും ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ളത്. എത്രത്തോളം സ്നേഹം നിങ്ങളുടെ ഉള്ളിലുണ്ടോ, അല്ലെങ്കിൽ എത്രമാത്രം പ്രണയമാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്, അത്രയും പ്രണയം ആ വ്യക്തിക്കും നിങ്ങളോടുണ്ട് എന്ന് കാണുന്നുണ്ട്. അത്രയും ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണിത്. ഓക്കെ. ഈ ലവേഴ്സ് കാർഡ് തന്നെ വളരെയധികം പോസിറ്റിവിറ്റി നിറഞ്ഞതാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളില്ലാണ്ട് ലൈഫ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. ഓക്കെ. തീർച്ചയായിട്ടും ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷൻ ആണ് എങ്കിൽ പോലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്ന് കാണുന്നുണ്ട്. യെസ്, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷൻ ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരില്ല. ഒരിക്കലും ഈ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവില്ല. അതിന് എന്തായാലും ഒരു മാറ്റം സംഭവിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇനിയുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. എല്ലാ കാർഡ്സും വളരെ പോസിറ്റീവ് ആയിട്ടാണ് നമുക്കിവിടെ ക്ലാരിറ്റി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സെപ്പറേഷൻ പീരീഡ് നിങ്ങൾ അങ്ങനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. ഓക്കെ. യു ആർ മൈ ഹാപ്പിനെസ്. ഓക്കെ. ഇപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് നിങ്ങളാണ് അവരുടെ സന്തോഷം എന്ന്. ആൻഡ് ദിസ് ടൈം ഐ ആം നോട്ട് റെഡി, ഗിവ് മീ ടൈം. ഈ ഒരു സമയത്ത് അവര് റെഡി അല്ല. അതുകൊണ്ട് അവർക്ക് കുറച്ച് ടൈം നിങ്ങൾ കൊടുക്കുക. ഐ ലോസ് മൈ ട്രൂ ലവ്. ഓക്കെ. ഇങ്ങനെ ഒരു ഫീലിങ്സ് പോലും അവർക്ക് ഉണ്ടാവണം. അവരുടെ യഥാർത്ഥ സ്നേഹമാണ് അവരിൽ നിന്നും നഷ്ടമായത്. നിങ്ങളെ അത്രയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമാണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കായിട്ടുള്ളത്. ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. ഓക്കെ. അവരുടെ പ്രോബ്ലംസ് ഒരിക്കലും അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ആൻഡ് ഐ ഓൾവേസ് വാണ്ടഡ് ടു മാരി യു ആൻഡ് ഹാവ് കിഡ്സ് വിത്ത് യു. ഓക്കെ. എപ്പോഴും അവർ നിങ്ങളുമായിട്ടുള്ളൊരു ഹാപ്പി ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളോടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം ഒക്കെ ഡ്രീം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. യു ആർ മൈ ഹെവൻ ഓൺ എർത്ത്. ഈ ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് നിങ്ങളാണ്, നിങ്ങളോടുള്ളൊരു ലൈഫാണ് എന്ന് അവർ പറയുകയാണ്. ആൻഡ് ഐ ഫിയർ യു വിൽ നെവർ ഫർഗീവ് മീ. ഓക്കെ. അവരോട് നിങ്ങൾ ക്ഷമിക്കില്ല എന്ന് പോലും അവർക്ക് തോന്നുന്നുണ്ട്. അത്രയും ഒരു തെറ്റ് ചിലപ്പോ അവരുടെ കയ്യിൽ നിന്നും സംഭവിച്ചിട്ടുണ്ടാവാം. ഓക്കെ. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ്.